ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സും എനർജിയുടെ എക്കോണമിയും പൂർണ്ണമായിട്ടും ചേഞ്ച് ആകുന്നതിൻ്റെ സൈനാണ്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതിൻ്റെ വിസിബിൾ ആയിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അമേരിക്ക വെനൂസിൽ പ്രസിഡന്റിനെ കൊണ്ടുപോകുന്നു, അവരുടെ കസ്റ്റഡിയിലാക്കി. മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ വെനൂസിലേന്ന് അമേരിക്കൻ സാങ്ഷനെ മറികടന്ന് അമേരിക്കൻ കമ്പനി, ഒറ്റ കമ്പനി മാത്രം ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ, സെവറോൺ. പിന്നീട് ഉണ്ടായത് ചൈനീസ് കമ്പനികളാണ്. ഏകദേശം 100-120 ബില്യൺ വെനൂസിലയിൽ ഇൻവെസ്റ്റ് ചെയ്ത് 2ഓളം ചൈനീസ് കമ്പനികളാണ് അത് ഓപ്പറേറ്റ് ചെയ്തത്. അത് ഏറ്റവും കുറഞ്ഞ വിലയാണ് വെനൂസിലൻ ഓയിലിന്. കാരണം അത് സ്ട്രോങ് ക്രൂഡാണ്, ടാറിൻ്റെ സൾഫറിൻ്റെ കണ്ടന്റ് കൂടുതലാണ്. അതിന് പറ്റിയ റിഫൈനറികൾ ചൈനയിലുണ്ട്. മനസ്സിലാക്കുക. അടുത്തത് ഇറാഖ് അമേരിക്കയുടെ കസ്റ്റഡിയിലാണ്. അടുത്ത് ഇറാനിലോട്ട് കയറുകയാണ്. ഇറാനും കൂടെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഈ ചൈനയെന്ന് പറഞ്ഞ ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ എക്കോണമി എവിടെ പോയി ക്രൂഡ് വാങ്ങും? റഷ്യ ഓൾറെഡി വാങ്ങുന്നുണ്ട്. കാരണം ഹ്യൂജ് എക്കോണമിയാണ് ചൈന. അവർക്ക് ശരിക്കും എനർജി വേണം, ക്രൂഡ് വേണം. അമേരിക്കയുടെ കസ്റ്റഡിയിലോട്ട് പോവുകയാണ്. അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ അമേരിക്കയുടെ കസ്റ്റഡിയിലാണ്. മനസ്സിലാക്കുക, ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ്, എനർജി പൊളിറ്റിക്സ്, അതേപോലെ എക്കോണമി, ഇത് മുഴുവനും ഷിഫ്റ്റ് ചെയ്യുക. നേരത്തെ അമേരിക്കയുടെ കൺട്രോളിലായിരുന്നു. ഇത് ഷിഫ്റ്റ് ചെയ്യുന്ന കാരണമുണ്ട്. ബേസിക്കലി റെയർ എർത്ത് മിനറൽസ്, അതായത് സ്ട്രോങ് മാഗ്നറ്റ്, അതുമായി ബന്ധപ്പെട്ട ഒരു 3-4 മാസം മുമ്പ് നിങ്ങൾ അറിഞ്ഞു കാണും. നിങ്ങൾക്കറിയാം, ചൈന അമേരിക്കയ്ക്ക് റെസ്ട്രിക്ഷൻ വെച്ചു. ഈ ടാരിഫൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സാധനം ഇനി അമേരിക്കയ്ക്ക് കൊടുക്കത്തില്ല, ഓൺ കണ്ടീഷനിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇതൊന്നും വെപ്പൺ ഉപയോഗിക്കാനും മറ്റുള്ള വെപ്പൺ ഉണ്ടാക്കിയിട്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കാൻ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഇൻക്ലൂഡിങ് എയർക്രാഫ്റ്റിലാണെങ്കിലും ഫൈറ്റർ എയർക്രാഫ്റ്റിലാണെങ്കിലും ഉപയോഗിക്കാൻ പാടില്ല. ഇതവരുടെ ഡിമാൻഡ് വെച്ചിരുന്നു. അതുപോലെ ഫൈനലി അവർ നെഗോഷിയേറ്റ് ചെയ്തത് മാറി. അപ്പോഴേ അമേരിക്ക കരുതി വെച്ചിരുന്നു ചൈനയ്ക്കിട്ട് ഒടുക്കലത്തെ ഒരു പണി കൊടുക്കണം. ഇത് കൊടുത്തിരിക്കുന്ന പണി ചൈനയ്ക്ക് വല്ലാതെ കയറി ഏറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് ചൈന വെപ്രാളം പിടിക്കുന്നത്. വെനൂസിലേന്ന് ഒന്നുമല്ലാതെ ഇറങ്ങി ഓടേണ്ടി വന്നു. അടുത്ത ഇറാൻ, ഏറ്റവും കൂടുതൽ പിന്നെ വാങ്ങുന്നത് ഇറാനിൽ നിന്നാണ്. ഇറാൻ അമേരിക്കയുടെ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ മനസ്സിലാക്കുക, അവിടുന്നും പോകും. ഇറാഖ് ഓൾറെഡി അമേരിക്കയുടെ കസ്റ്റഡിയിലാണ്. സൗദിയും UAE ഒക്കെ അമേരിക്ക പറയുന്നത് മാത്രം കേൾക്കുന്ന രാജ്യങ്ങളാണ്. പിന്നെ എവിടെ പോയി ചൈന ക്രൂഡ് മേടിക്കുക? റഷ്യ ഉറപ്പായിട്ടും ഓൾറെഡി പൈപ്പ് ലൈനിൽ പോകുന്നുണ്ട്. ഓഫ് ഷോറിൽ കൂടെ, അതായത് കടൽ മാർഗം ഇത് പോകുന്നില്ല. കാരണം സാങ്ഷനും മറ്റുള്ള കാര്യങ്ങളും അവർ പിന്നെ മെഡിക്കൽ ലീഗലായിട്ടാണ് വാങ്ങുന്നത്. ഇനിയാണ് ഗെയിം. അതായത് ചൈന എന്ന് പറഞ്ഞ രാജ്യം അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ക്രൂഡ് മേടിക്കാൻ. ഇതാണ് ഗെയിം. ഇത് വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ വെനൂസില പോലെ അവിടുത്തെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പിടിച്ചുകൊണ്ട് പോയി. അടുത്ത കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ, ഡിസംബർ 28-ന് സൈമൾട്ടേനിയസ് ആയിട്ട് മറ്റൊരു സംഭവം ഉണ്ടാകുന്നു. ഇറാൻ അവിടെ പ്രക്ഷോഭം ആരംഭിക്കുന്നു. ആ സംഭവം ഏതാണ്ട് കഴിയാറ്, അതും പിടിക്കാൻ പോവുകയാണ്. റഷ്യ എന്ന് പറഞ്ഞ രാജ്യം ഉക്രൈനുമായിട്ട് അങ്ങ് എൻഗേജ്ഡായി. ആ രാജ്യം ഇന്നും റഷ്യ ഒരു ഷാഡോ ഷിപ്പ് പിടിച്ചോണ്ടങ്ങ് പോയി. ഇതാണ് ഗെയിം. ഇതാണ് നമ്മൾ പറയുന്നത്, ചില കാര്യങ്ങളിലൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാത്തതിനപ്പുറമാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ചെയ്യുന്നത്. അവരെ ആര് ചലഞ്ച് ചെയ്യാൻ ശ്രമിച്ചാലും അവരെ ഈ രീതിയിലാക്കി കളയും. വെനൂസില എന്ന് പറഞ്ഞ രാജ്യത്തെ പിടിച്ചെടുക്കുക, ഇതൊക്കെ ഉണ്ടാകുമെന്ന് ആരും പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത് വെനൂസിലയുടെ ഓയിൽ കാര്യം ഇൻഡെഫിനിറ്റ് ആയിരിക്കും, അവരായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്.
അമേരിക്കൻ കമ്പനികൾ അവിടെ 100-250 ബില്യൺ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം പഴയ ടെക്നോളജിയാണ്. അതേപോലെ ആയിരിക്കും ഇറാൻ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ പുതിയ അമേരിക്കൻ കമ്പനികൾ വരും, പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ആ സാധനം അവരുടെ കൺട്രോളിലാകും. പിന്നെ ഓപെക് രാജ്യങ്ങൾക്ക് പോലും ഇതിൻ്റെ വില നിശ്ചയിക്കുന്ന അമേരിക്കയായിരിക്കും. ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അമേരിക്കൻ കസ്റ്റഡി ഈ സാധനം വന്നു കഴിഞ്ഞാൽ അവരങ്ങ് നിയന്ത്രിക്കും. അവരായിരിക്കും അതിൻ്റെ വിലയും പരിപാടികളൊക്കെ നിയന്ത്രിക്കും. ഉറപ്പായിട്ട് ഇത് ഇന്ത്യയെ ബാധിക്കും. കാരണം ഇന്ത്യ ഇഷ്ടം പോലെ എനർജി, അതായത് കൂട് വാങ്ങുന്ന രാജ്യമാണ്. പിന്നീട് പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചൈനയ്ക്ക് ഇതില്ലാതെ പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ വെട്ടിലായിരിക്കുന്ന ചൈനയാണ്. ഈ പഴയ റഷ്യ, ആ പഴയ സോവിയറ്റ് യൂണിയനും USSR ഒന്നും അല്ല ഇപ്പോഴത്തെ റഷ്യ. അവർ യുദ്ധം ചെയ്ത് മടുത്തു. അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് റഷ്യൻ കൂട് പഴയ പോലെ ഇനി ഒഴുകും എന്നുള്ള രീതിയൊന്നും ആരും കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അവിടെ ഇന്റേണൽ പ്രശ്നമുണ്ടാകും, പുടിനെതിരെ പ്രശ്നമുണ്ടാകും, മറ്റുള്ളിടത്ത് പ്രശ്നമുണ്ടാകും. അതിനെ ഒരു പരിധിയാക്കി കൊടുക്കും. കാരണം അമേരിക്കയെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ ഒരു രാജ്യത്തെ അവർ ഇനി വളർത്തില്ല. ഇതാണ് എൻ്റെ കാര്യം. അവരുടെ കൂടെ നിന്നോണം, വളർന്നോണം, എന്നിട്ടാകുമ്പോൾ സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞോണം. ഇതാണ് പല ഈ ഇന്റർനാഷണൽ എക്സ്പേർട്ടുകൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അമേരിക്കയെ ചലഞ്ച് ചെയ്താൽ അവൻ നിന്നെ തട്ടും. അമേരിക്കയോട് കൂടുതലായിട്ട് നിന്നാലും, കൂടുതൽ പ്രേമിച്ച് നിന്നാലും അവൻ നിന്നെ നശിപ്പിക്കും. ആ ലെവലിലാണ് നിൽക്കേണ്ടത്. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എങ്ങനെയാണ് വരാനുള്ള ദിവസങ്ങൾ ചൈനയ്ക്ക് വീണ്ടും പണി കൊടുക്കുന്നത്. ചൈനയ്ക്ക് ക്രൂഡ് ഓയിലിൻ്റെയും എനർജിയുടെയും വലിയ രീതിയിലുള്ള ഷോർട്ടേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവസാനം അവർ അമേരിക്കയുടെ കാലേ തന്നെ കയറിപ്പിടിക്കും. കാരണം ഇത് വേണമല്ലോ, ഇതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പ്രധാനമായിട്ടും ചൈന അമേരിക്കൻ ക്രൂഡ് വലുതായിട്ടൊന്നും വാങ്ങുന്നില്ല. കാരണം ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. കാരണം മറ്റുള്ള രാജ്യങ്ങളെയാണ് അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ മുഴുവനും പൊളിക്കുക എന്നത് തന്നെയാണ് അമേരിക്കൻ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ വരാനുള്ള വർഷങ്ങൾ കഷ്ടപ്പെടാൻ പോകുന്ന ചൈനയായിരിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞു തീർക്കാം. അതായത് ചൈനയ്ക്ക് ബദലായിട്ട് അമേരിക്ക കൊണ്ടുവന്ന രാജ്യമാണ് ഇന്ത്യ. അതാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇല്ലാതായി പോകുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും മുതലെടുത്ത് ഇന്ത്യക്ക് ഒരു പവർഫുൾ രാജ്യമായിട്ടും, ഒരു പവർഫുൾ എക്കോണമി ആയിട്ടും, ഒരു പവർഫുൾ മിലിറ്ററി ആയിട്ടും മാറാൻ സാധിച്ചേനെ. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡിപ്ലോമസിയിൽ മോദി ഗവൺമെൻറ്റിന് ഉണ്ടായ പരാജയമാണ്. അത് മുതലാക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല. അതിന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനിയും വരാനുള്ള സമയത്ത് ഒരു യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയാണെങ്കിലും ഇന്ത്യയിൽ അറബ് രാജ്യങ്ങളും ഇന്ത്യയെ പഴയ രീതിയിലുള്ള വിശ്വാസം ഉണ്ടാവത്തില്ല. 100% ഞാൻ ഇതായിട്ട് പറയാം. കാരണം ആ രീതിയിലാണ് ഇന്ത്യൻ ഡിപ്ലോമസി കാണിച്ച ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട കാരണം, അമേരിക്കയായിട്ട് ഇന്ത്യയെ പിണങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, പാകിസ്ഥാന്റെ ന്യൂക്ലിയർ വെപ്പൺസ് അത് അമേരിക്കൻ കസ്റ്റഡിയിലായിരുന്നു. അത് ഇന്ത്യയുടെയും ഇസ്രായേലിൻ്റെയും നിർബന്ധം കൊണ്ടാണ് ബുഷ് അഡ്മിനിസ്ട്രേഷൻ ന്യൂക്ലിയർ ബില്ല് ഇന്ത്യ സൈൻ ചെയ്യുന്ന സമയത്ത് എടുത്തൊരു നിലപാടാണ്. കാരണം ഇന്ത്യ ഫസ്റ്റ് യൂസ് ചെയ്യത്തില്ല. കാരണം ന്യൂക്ലിയർ വെപ്പൺ നമ്മൾ അടൽ ബിഹാരി വാജ്പേയിയുടെ സമയത്ത് നമ്മളിത് ടെസ്റ്റ് ചെയ്തു, വീണ്ടും ടെസ്റ്റ് ചെയ്തു, ഹൈഡ്രജൻ ബോംബൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തു. അപ്പം ആ ഒരു ബില്ല് നമ്മൾ സൈൻ ചെയ്ത സമയത്ത് അപ്പോഴാണ് അതിൻ്റെ സാങ്ഷനൊക്കെ മാറ്റി സംഭവങ്ങളൊക്കെ ആക്കിയത്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ വെപ്പൺസ് ആരായിരിക്കും അത് കൺട്രോൾ ചെയ്യുന്നത്? ഇതാണ് ചോദ്യം ഉണ്ടായത്. അങ്ങനെയാണ് അമേരിക്ക ബുഷ് അഡ്മിനിസ്ട്രേഷനും അവരൊക്കെ പാകിസ്ഥാനുമായിട്ട് സംസാരിക്കുന്നത്. കാരണം പാകിസ്ഥാനും 3-4 പ്രാവശ്യമാണ് അവിടുത്തെ ടെററിസ്റ്റുകൾ അവിടുത്തെ വെപ്പൺസ് എടുക്കാൻ ശ്രമിച്ചത്. അതായത് കിരാണ ഹിൽസ് എന്ന് പറഞ്ഞ ആ ഭാഗത്ത് 4 പ്രാവശ്യമാണ്. അപ്പോഴൊക്കെ അവിടെ പല ആൾക്കാരും പാകിസ്ഥാൻ പട്ടാളക്കാരും ഈ ആൾക്കാരും ഒത്തിരി പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മുഷറാഫിനെ കൊണ്ട് നിർബന്ധിപ്പിച്ചുണ്ടാക്കിയ സാധനമാണ് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ വെപ്പൺസ് അമേരിക്കൻ മിലിറ്ററി കോൺട്രാക്ടേഴ്സ് കൈകാര്യം ചെയ്യും. അതിന് സെക്യൂരിറ്റി കൊടുക്കുക. അപ്പം മനസ്സിലാക്കണം, NPT നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി നമ്മൾ സൈൻ ചെയ്യുന്ന സമയത്ത്
ഇന്ത്യയുടെ ന്യൂക്ലിയർ വെപ്പൺസിനെ പറ്റി ഇൻസ്പെക്ടേഴ്സ് ഒന്ന് പരിശോധിക്കാറുണ്ട്, ഇന്റർനാഷണൽ ഇൻസ്പെക്ടേഴ്സ്. അത് പാകിസ്ഥാനിൽ പോയി പരിശോധിക്കും, അതിൻ്റെ സേഫ്റ്റി പരിപാടിയും കാര്യങ്ങളൊക്കെ പോയി പരിശോധിക്കും. അപ്പം ഇന്ത്യക്കും പ്രത്യേകം കൊടുത്തിരുന്നു, അതായത് ഇന്നയിടത്താണ് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളത്, അതിന് അമേരിക്കൻ സൈനിക കോൺട്രാക്ടേഴ്സാണ് അതിൻ്റെ ഫസ്റ്റ് കവറ്, അതിൻ്റെ സെക്കൻഡ് കവറ്, അതിൻ്റെ പുറകിലാണ് പാകിസ്ഥാൻ മിലിറ്ററി. ഇതാണ് വെച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു ഭാഗത്ത് ഒരു കാരണവശാലും ഇന്ത്യ അവിടെ വെപ്പൺസ് ഉപയോഗിക്കാൻ പാടില്ല. ഇത് കരാറിലുണ്ട് ബേസിക്കലി. ഇത് വളരെ ഒരു വളരെ റിസോഴ്സ്ഫുള്ളായ ഇൻഫർമേഷനാണിത്. കാരണം അവിടെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം അതിൻ്റെ പേരിൽ ആ എയർപോർട്ടിൽ, കിരാണ എയർപോർട്ടിൽ ബന്ധപ്പെട്ട് അവിടെ പാകിസ്ഥാൻ ഫൈറ്റേഴ്സ് പോലും അവിടെ പാർക്ക് ചെയ്യാനോ ആങ്കർ ചെയ്യാനോ പാടില്ല. ഇതുകൊണ്ട് അതിൻ്റെ അകത്ത്, കാരണം അവിടെ പാകിസ്ഥാൻ ഫൈറ്റർ അവിടെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ഡിഫൻസിൻ്റെ എയർപോർട്ടായിരിക്കും അത്. അപ്പം ആ ഒരു എയർപോർട്ടിൻ്റെ ഭാഗത്താണ് പാകിസ്ഥാൻ ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ അമേരിക്കയാണ് മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഇന്ത്യയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ ഇസ്രായേലിൻ്റെ ഡിമാൻഡായിരുന്നു. ആരുടെ അടുത്ത് എവിടെ നിന്ന് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. ഈ ഒരു സംഭവമാണ് ബേസിക്കലി അമേരിക്കയെ ചൊടിപ്പിച്ചത്. കാരണം ഇന്ത്യയുമായിട്ട് എഴുതിയ കരാറിൻ്റെ ലംഘനമായിട്ടാണ് ബ്രഹ്മോസ് മിസൈല് ഈ പറയുന്ന കിരാണ ഹിൽസ് എന്ന് പറയുന്ന അവിടെ കൊണ്ട് ബോംബ് ചെയ്ത്. അതിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല, കാരണം സേഫായിട്ട് ഇരുന്നത്. പക്ഷെ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത്. ഇതിൻ്റെ പേരിലാണ് ഇന്ത്യയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും പെട്ടെന്ന് നെഗോഷിയേറ്റ് ചെയ്ത് ഇതൊരു സൈൻ ചെയ്യുന്നത്. കാരണം ഇന്ത്യ കരാർ ലംഘിച്ചു എന്നാണ് അമേരിക്ക പറയുന്നത്. ആ ട്രസ്റ്റ് ഇന്ത്യക്ക് തിരിച്ചു വരാൻ പാടാണ്. അത് മോദിക്കും അറിയാം. ഇപ്പം മോദിക്കും അറിയാം, മോദി അഡ്മിനിസ്ട്രേഷൻ എല്ലാവർക്കും അറിയാം അവർ കാണിച്ച തെറ്റായിപ്പോയി. തെറ്റ് തന്നെയാണ്. കാരണം ഈ വെപ്പൺസ് ഇന്ത്യയുടെ ആവശ്യമനുസരിച്ചാണ് ഇത് ഏറ്റെടുത്തത്. ഇന്ത്യ അതിന് പണവും കൊടുക്കുന്നുണ്ട് അമേരിക്കൻ ഡിഫൻസ് കോൺട്രാക്ടേഴ്സിന്. കാരണം പാകിസ്ഥാനിൽ ഇത്രയും പണമൊന്നുമില്ല. അപ്പം ആ രീതിയിലാണ് ഈ സംഭവം പോയത്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, ഈ ചൈന എന്ന് പറഞ്ഞ രാജ്യത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ലോകത്തിലെ പല രാജ്യത്തിനും പ്രത്യേകിച്ച് ഇന്ത്യയുടെ ആവശ്യമായിരുന്നു. പക്ഷെ അമേരിക്ക ഈ ഒരു ഗെയിം കളിച്ച് ചൈനീസ് അവരുടെ എനർജി, ആ സപ്ലൈ മുഴുവൻ ഇതേപോലെ മുടക്കുമെന്നുള്ള ധാരണ ആർക്കും ഇല്ലായിരുന്നു. അതാണ് വരാനുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം ഉണ്ടാകാൻ പോകുന്ന ഒരു ടോപ്പിക്ക്.